ഹലോ എവരിവൺ. മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് നേടിയെടുക്കാം, അല്ലെ നമ്മളിലേക്ക് ആകർഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് പൊതുവിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്? മാനിഫെസ്റ്റേഷനിൽ എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിസയർ, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം നേടണമെന്നുള്ള ഒരു ആഗ്രഹം നമ്മൾ മനസ്സിൽ വെക്കുന്നു. ആ ആഗ്രഹത്തിലേക്ക് നമ്മളുടെ തോട്ട്സും ഫീലിങ്സും അതോടൊപ്പം ആക്ഷനും കൂടെ നമ്മൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യം നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് സെലിബ്രിറ്റീസ് അവരാഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ മാനിഫെസ്റ്റേഷൻ എങ്ങനെ സഹായിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് എക്സ്പ്ലനേഷൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ മാനിഫെസ്റ്റേഷനിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നമ്മളൊരു ആഗ്രഹം നേടണമെന്ന് അതിതീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ ഒരു ലക്ഷ്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുമ്പോഴാണ് ആ ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മളിലേക്ക് എത്തപ്പെടുന്നത് എന്നുള്ള കാര്യം പലപ്പോഴും നമ്മളിൽ പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിസയർ, അത് ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ കാര്യമാകാം, ഒരു നല്ല ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ജോബ് ആകാം, അല്ലെങ്കിൽ ഒരു നല്ല വീട്. നമ്മുടെ ആഗ്രഹങ്ങൾ പലർക്കും പലതായിരിക്കും. അതിൽ തന്നെ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആഗ്രഹത്തെ നമ്മൾ ഫോക്കസ് ചെയ്ത് മാനിഫെസ്റ്റേഷന്റെ വേരിയസ് ആയിട്ടുള്ള ടെക്നിക് ലൈക്ക് വിഷ്വലൈസേഷൻ അല്ലെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ ആ ഒരു ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടി വെറുതെ ഇരുന്നാൽ കഴിയും എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് പലപ്പോഴും മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് ഒരു ഫെയിലിയർ ആയിട്ട് മാറുന്നത് എന്നാണ്. മാനിഫെസ്റ്റേഷനെ കുറിച്ച് സയൻസിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു എവിഡൻസോ ഒരു സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു കാര്യത്തെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു കാര്യം നേടണം, നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെ? മനുഷ്യരായ കാരണം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. ഈ പല ആഗ്രഹങ്ങളും ചിതറി പല വഴിക്ക് കിടക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഏറ്റവും അത്യാവശ്യവും അല്ലെ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു ഡിസയറിനെ നമ്മൾ തേടി പിടിക്കുന്നു. ആ ഒരു ഡിസയറിനെ നമ്മൾ തേടി പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് എന്താണ് നേടേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ചുരുക്കിൽ പറഞ്ഞാൽ നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അങ്ങനെ ഒരു ലക്ഷ്യം നമ്മളുടെ മനസ്സിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ലക്ഷ്യത്തെ കുറിച്ച് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ഉണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ്. ഇതിലൊക്കെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ, എന്താണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് അല്ലെ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും അധികം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആ സ്ട്രോങ് ഡിസയറിനെ നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ നമുക്ക് നമ്മുടെ ലൈഫിൽ എപ്പോഴും പ്രയോറിറ്റി ആ ഒരു ആഗ്രഹത്തിന് കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹം നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് എപ്പോഴും നമ്മൾ എനിക്കൊരു ഡ്രീം ജോബ് വേണം, ഇന്ന ജോലി ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ഒരു പൊസിഷൻ, ഇന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ലെവലിലേക്ക് എനിക്ക് എത്തണം എന്നുള്ള കാര്യം നമ്മളെ എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴുള്ള ഗുണം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ആ ഒരു തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. നമ്മളുടെ ചിന്തകളും നമ്മളുടെ ഫീലിങ്സും നമ്മുടെ ആക്ഷൻസുമായിട്ട് നമ്മൾ മാച്ച് ചെയ്ത് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കൂ. ലക്ഷ്യം മാത്രം സെറ്റ് ചെയ്ത് എന്തെങ്കിലും ആ ലക്ഷ്യം എന്നിലേക്ക് വരും എന്ന് മാത്രം കരുതി ഇരുന്നാൽ ഒരിക്കലും നമുക്കൊന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. ഉദാഹരണത്തിന് ഒരു നല്ല ജോലി വേണമെന്ന് ആഗ്രഹമാണ് എങ്കിൽ നിങ്ങൾ പോസിറ്റീവ് അഫർമേഷൻ ആയിട്ട് എന്നും ജോലി എനിക്ക് വേണമെന്ന് പറയുന്നത് കൊണ്ട് മാത്രം ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തില്ല. അവിടെ വേണ്ടത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം, അതിന്റെ ഇന്റർവ്യൂ ഉണ്ട്, അതിന് പോകണം. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ തോട്ട്സിനും ഫീലിങ്സിനും ഒപ്പം നമ്മളുടെ ആക്ഷൻസ്, അതിൽ തന്നെ നമ്മുടെ ഒരു ഹാർഡ് വർക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്തെങ്കിൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതോടൊപ്പം തന്നെ മാനിഫെസ്റ്റേഷനിലൂടെ നമുക്ക് ചില മാറ്റങ്ങളും കൂടെ വരുന്നത് കൊണ്ടാണ് നമുക്ക് ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. നമ്മളൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അല്ലെ
അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ പോസിറ്റീവ് അഫർമേഷൻസും അല്ലെങ്കിൽ നമ്മളിലേക്ക് ആ കാര്യം എത്തപ്പെട്ടു എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ മനസ്സിൽ വിഭാവനം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള എന്നെ കൊണ്ട് ഒന്നിനും കഴിവില്ല, അല്ലെ എനിക്ക് നേടാൻ കഴിയില്ല എന്നുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് പാറ്റേൺ മാറ്റിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. അങ്ങനെ പതിയെ പതിയെ നമ്മളുടെ മൈൻഡ് സെറ്റ് തന്നെ പോസിറ്റീവ് ആക്കി ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇന്ന ഒരു ലക്ഷ്യം നേടണമെന്നൊരു കാര്യത്തെ ഫോക്കസ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, അല്ലെ എനിക്ക് സാധിക്കും, ഞാനത് നേടി എന്നുള്ള രീതി മുമ്പോട്ട് പോകുമ്പോൾ അത് നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ തന്നെ, നമുക്കൊരു സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കാൻ, നമുക്ക് കൊടുക്കുന്ന വാല്യൂ നമ്മൾ തന്നെ നമ്മളെ താഴ്ത്തി കിട്ടുന്നത് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും. ഇതൊക്കെയാണ് യഥാർത്ഥത്തിലെ മാനിഫെസ്റ്റേഷനിൽ സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ മാനിഫെസ്റ്റേഷൻസ് നമുക്ക് പോസിറ്റീവ് ഇമോഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്കൊരു കാര്യം നേടാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ എപ്പോഴും ആ ഒരു ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾക്ക് പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. ഒരുപാട് നിരാശയും സങ്കടവും ഒക്കെ ഒഴിവാക്കി നമുക്ക് നല്ല ഹാപ്പിനെസ്സും ജോയും ഒക്കെ കൊണ്ടുതരാനായിട്ട് ഈ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിലൂടെ നമുക്ക് സാധിക്കും. നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതോ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതിൽ ഒന്നും തന്നെ ഒരു മാജിക് ഇല്ല. വെറുതെ ഇരുന്നാൽ ഒരു ലക്ഷ്യവും പ്രാപ്തിയിലും എത്തിച്ചേരാണ്ട്, അല്ലെ ഒരു കാര്യവും നമ്മളിലേക്ക് വെറുതെ വന്നു ചേരില്ല. അവിടെ നമ്മളുടെ പ്രവർത്തനത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷ്യം മനസ്സിൽ സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിന്റെ സക്സസിന് ഏറ്റവും അത്യാവശ്യമാണ്. അതോടൊപ്പം ആ ലക്ഷ്യപ്രാപ്തിയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ പരിശ്രമത്തിനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.